ഹലോ, നമുക്കിന്ന് ഒരു പ്ലെയിൻ ഷീറ്റിൽ എങ്ങനെ നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിതിൽ ഇമേജ് ആഡ് ചെയ്യണം, പിന്നെ കുറച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യണം, കളർ ചേഞ്ചസ് എല്ലാം ചെയ്യണം. അപ്പോൾ ക്യാൻവയിൽ ഇതിനെല്ലാം ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്രെയിംസ് എന്ന് ടൈപ്പ് ചെയ്യണം. ഫ്രെയിംസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മോഡൽസ്, കുറേ ഷേപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണെങ്കിലും ജസ്റ്റ് ചൂസ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വർക്ക് ഷീറ്റിലേക്ക് കോപ്പി ചെയ്തിടുക. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സെലക്ട് ചെയ്ത ഫ്രെയിമാണിത്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ കോർണർ പിടിച്ച് നമുക്ക് കോർണർ ജസ്റ്റ് സെലക്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിന് സൈസ് ലാർജായി വരും. അപ്പോൾ നമുക്ക് പ്ലെയിൻ ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇനിയിപ്പോൾ അതിൽ ഇമേജ് ആഡ് ചെയ്യുമെന്നൊന്നും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഇതുപോലെ ഫ്രെയിം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്കൊരു ഇമേജിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. ഓക്കെ, നമുക്കിതിലേക്ക് ഇമേജ് ഡ്രാഗ് ചെയ്തിടാനായിട്ട് നമുക്ക് ഓൺ ഇമേജ് നമ്മളുടെ ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്തിടാം. അതല്ലെങ്കിൽ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് അപ്ലോഡ് ഓപ്ഷൻ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഫോട്ടോയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ അവൈലബിൾ ഫോട്ടോസ് എല്ലാം കാണാം ഇവിടെ. അതിൽ നിന്ന് നല്ലൊരു ഫോട്ടോ നിങ്ങൾ ചൂസ് ചെയ്ത് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടണം. ഈ ഫ്രെയിമിലേക്കാണ് ഡ്രാഗ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ കളറായിട്ടും അതിൽ ഫോട്ടോ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള കിഡ്സിൻ്റെ ഒരു ഫോട്ടോ ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ അതിലേക്ക് മാത്രം ഇപ്പം നമ്മളൊരു ഫോട്ടോ ഡ്രാഗ് ചെയ്തിടുമ്പോൾ ആ ഫ്രെയിമിൽ മാത്രമേ അത് സെറ്റായി കാണുള്ളൂ. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി നല്ലൊരു ഡിസൈനായിട്ടാണ് വരുന്നത്. അത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഫോട്ടോസ് എല്ലാം പ്രീമിയം ക്യാൻവ അക്കൗണ്ട് ആണെങ്കിൽ ക്യാൻവയിൽ അവൈലബിൾ ആയിരിക്കും. കോപ്പിറൈറ്റുള്ള ഇമേജസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിലും ഫ്രീയിൽ അവൈലബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഇപ്പോൾ ഇമേജ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അത് നമുക്ക് ഇഷ്ടമുള്ളൊരു സൈസിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഒരു ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ ആണ് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ കളറും ഉണ്ട്, ഗ്രേഡിയൻറ്റും ഉണ്ട്. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു മൾട്ടി കളർ വരും. പ്ലെയിൻ കളറാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ബ്ലൂ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കളറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ടൂൾ ബാറിൽ ടെക്സ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഐക്കൺ വെച്ച് നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, ലെറ്റർ കളർ ചേഞ്ച് ചെയ്യാം, ലെറ്ററിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ സത്യത്തിലൊരു സമ്മർ ക്യാമ്പിനുള്ളൊരു പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ടെക്സ്റ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാം. ഓൾറെഡി ഇമേജ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പോസ്റ്ററിലേക്കുള്ള ഇമേജ് കൊണ്ട് ടെക്സ്റ്റ് കൊണ്ട് സെറ്റ് ചെയ്യാൻ എനിക്ക് വേണ്ടുള്ളൂ. ടെക്സ്റ്റാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റിന് ഫസ്റ്റിനിപ്പോൾ ഞാനതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാണ്. എനിക്ക് ഡാർക്ക് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് വൈറ്റ് കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും തമ്മിൽ ഒരുപാട് സ്പേസ് കൂടുതലുള്ളതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പേസിൻ്റെ സൈസ് കുറക്കുകയാണ്, മീൻസ് ലൈൻ ഹൈറ്റ് കുറച്ച് കൊടുക്കുകയാണ്. ഇനി അപ്പോൾ ലൈൻ ഹൈറ്റ് കുറക്കാനായിട്ട് അവിടെ നിങ്ങൾക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത ഐക്കൺ കാണുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോണ്ടിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് എനിക്ക് ഫോണ്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലായിട്ട് ഫോണ്ട് സെറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. നോർമലി നമുക്ക് ടൂൾ ബാറിൽ ഫ്ലിപ്പ് ഓപ്ഷൻ കാണാറുണ്ട്, പക്ഷേ എനിക്ക് എന്തോ ഫ്ലിപ്പ് ഓപ്ഷൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സെൻട്രൽ ജസ്റ്റ് ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് അതിനൊരു സർക്കിൾ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തത്. സെറ്റായി കഴിഞ്ഞപ്പോൾ ഫോണ്ട് സൈസ് കുറച്ച് ലാർജാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മളെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക്